ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഒരു ആഗ്രഹം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് മെമ്മറി, കോംപ്രമൈസ്, റെസൊല്യൂഷൻ, ലിസണിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു സമയം തരാതെ അല്ലെങ്കിൽ അവരുടേതായ തിരക്കുകൾ മൂലം നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഓർക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ മിസ് ചെയ്ത് കളഞ്ഞതാണോ എന്നൊരു ചിന്തകളൊക്കെ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമാധാനപരമായ രീതിയിലുള്ള ഒരു പരിഹാരം ഈ റിലേഷൻഷിപ്പിന് വേണമെന്ന് അവരായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും അൺബ്ലോക്ക് ചെയ്യണം. നിങ്ങളെ മനസ്സിലാക്കാനൊക്കെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം അല്ലെങ്കിൽ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈം ഒക്കെ നിങ്ങൾക്ക് നൽകണം എന്നൊരു ചിന്തകളൊക്കെ അവരിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കോംപ്രമൈസ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു പഴയ കാലം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് നടത്തി ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു കീ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കീ അവരുടെ കയ്യിലാണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ നിങ്ങളെ ബ്ലെയിം ചെയ്ത് ഇറങ്ങിപ്പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റുകളെല്ലാം അവർ തിരിച്ചറിയുന്നു എന്നുള്ളത് മാത്രമല്ല അത് അവർ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ കേൾക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് കൈവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു ഒന്നുചേരൽ ആഗ്രഹിക്കുന്ന പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്, അതും ഒരു കോംപ്രമൈസിലൂടെ. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.